So, brothers and sisters, I've been blessed about one particular aspect in my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്, especially about the new covenant. പ്രത്യേകിച്ചും പുതിയ ഉടമ്പടിയെ സംബന്ധിച്ച കാര്യം. Now, in our CFC, we have heard about new covenant. നമ്മൾ CFCയിൽ നിരന്തരമായി കേൾക്കുന്നതാണ് പുതിയ ഉടമ്പടി എന്നുള്ള കാര്യം. But, so let us see. I just want to ask us that what is the old covenant? അപ്പോൾ അതിനോട് അനുബന്ധിച്ച് എന്താണ് പഴയ ഉടമ്പടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. Anybody knows where the old covenant is? പഴയ ഉടമ്പടി എവിടെയാണെന്ന് നമുക്കറിയാമോ? ആർക്കെങ്കിലും അറിയോ? Then we'll come to the new covenant. എന്നിട്ട് നമുക്ക് പുതിയ ഉടമ്പടിയിലേക്ക് വരാം. What about the old covenant? എന്താണ് പഴയ ഉടമ്പടി? What is the old covenant and where is it found? എവിടെയാണ് അത് നാം കണ്ടെത്തുന്നത്? Anybody? Please feel free to say. നമുക്ക് അത് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. Don't worry if you are going to make a mistake. തെറ്റ് സംഭവിച്ചാലും വിഷമിക്കേണ്ട ആവശ്യമില്ല, തുറന്നു പറയാം. We are a family of God. നമ്മളൊരു കുടുംബമാണ്, അതുകൊണ്ട് അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. Anybody? Christian life based on rules, that is the old covenant. Based on rules and regulations. You're right in that sense, but I was asking where is it found where is the old covenant found in the Bible? പുതിയ ഉടമ്പടി വചനത്തിൽ എവിടെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്? Okay, so we have got one answer. ഉൽപ്പത്തി 12 എന്നുള്ളൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. അടുത്ത് I would like to take you to the portion in Exodus chapter 19. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Okay. Sorry, പുറപ്പാട് പുസ്തകം. Exodus chapter 19. പുറപ്പാട്. So the old covenant God gave to the people of Israel. പഴയ ഉടമ്പടി എന്നുള്ളത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. After they left Egypt. അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം. Okay. And that is found in Exodus chapter 19. അത് പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ നാം കാണുന്നു. See, the covenant means an agreement. ഉടമ്പടി എന്ന് പറയുമ്പോൾ അതൊരു എഗ്രിമെന്റ് ആണ്. Okay, like we make agreement for the house. It's an agreement. നമ്മൾ സാധാരണയായിട്ട് വീട് വസ്തുവൊക്കെ വാങ്ങുമ്പോൾ ഈ ഉടമ്പടി വെക്കാറുണ്ട്, എഗ്രിമെന്റ് വെക്കാറുണ്ട്. So this agreement God made with the people of God. ഈ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവജനവുമായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. So this is the covenant God made with the people of Israel. ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത ആ ഉടമ്പടിയാണ് നാം ഇവിടെ കാണുന്നത്. And that he spoke to Moses on Mount Sinai. സീനായി മലയിൽ വെച്ച് ദൈവം മോശയോട് സംസാരിച്ചു. So we'll read verse 5 and 6. നമുക്ക് പുറപ്പാട് പുസ്തകം 19, 5, 6 വാക്യങ്ങൾ വായിക്കാം. 19 verse 5 and 6. 19, 5, 6 ആകയാൽ. It says, now then, God is saying, now then, if you indeed obey my voice and keep my covenant, then you shall be my own possession among all the peoples, for all the earth is mine, and you shall be to me a kingdom of priests and a holy nation. These are the words you shall speak to the sons of Israel. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജനതകളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയെല്ലാം എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങൾ ആകുന്നു. So brothers and sisters, let us look at this agreement very carefully. നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ഈ ഉടമ്പടിയിലേക്ക് ശ്രദ്ധ തിരിക്കാം. Okay. This is what God is saying, that if you will indeed obey my voice and keep my covenant, then you will be my own possession among all the people of the earth. ദൈവം വ്യക്തമായി അവരോട് പറയണം, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജനതകളിൽ പ്രത്യേക സമ്പത്തായിരിക്കും. So in verse 8, when Moses told the people, this is what they said. മോശ ഈ കാര്യം ജനത്തോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി ഇതാണ്. 8ാമത്തെ വാക്യം. They said that all that God has said we will keep.
യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. Okay, so they had a good heart to follow God. അതെ, അവർക്ക് അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ പിൻപറ്റണം എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. Like we all have a good heart to follow God. നമുക്കും അതുപോലെ തന്നെ ദൈവത്തെ പിൻപറ്റാനായിട്ടുള്ള നല്ല ഹൃദയം ഉണ്ടായിരിക്കട്ടെ. But you find that later on they did not keep what God said. നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും പോകെ അവർ ഇതിൽ നിന്ന് വ്യതിചലിച്ചു. They were grumbling and complaining. അവര് മുറുമുറുക്കാൻ തുടങ്ങി, പരാതി പറയാൻ തുടങ്ങി. They also went into idol worship. അവര് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. So they said they will keep, but they did not keep. അവർ പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ കൽപ്പനകൾ കാത്തുകൊള്ളുന്നു, പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല. So God before the foundation of the world ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ made a plan for a new covenant. അന്ന് തന്നെ ദൈവം പുതിയ ഉടമ്പടിയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. It is not that he made this plan after this old covenant failed. ദൈവം ഈ പഴയ ഉടമ്പടി പരാജയപ്പെട്ടു പോകുമ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ പുതിയ ഉടമ്പടി ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. God's plan of sending Jesus was before the foundation of the world. തന്റെ പുത്രനെ ഭൂമിയിൽ അയക്കുന്ന കാര്യവും ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള പദ്ധതിയായി. So about the new covenant, it was announced in the book of Jeremiah. ഈ പുതിയ ഉടമ്പടിയെ കുറിച്ച് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. It was first announced in Jeremiah chapter 31. യെരമ്യാ 31 ആദ്യമായിട്ടത് that I will be making a new covenant. ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുമെന്ന കാര്യം. Now, brothers and sisters, what is the new covenant? ഇനി എന്താണ് പുതിയ ഉടമ്പടി? Where is it found? അത് എവിടെയാണ് നാം കാണുന്നത്? The new agreement. പുതിയ ഉടമ്പടി എവിടെ? Anybody? ആർക്കെങ്കിലും പറയാമോ? Feel free. Don't worry about any mistake or anything. That's okay. ആർക്കെങ്കിലും പറയാമോ? തെറ്റിപ്പോയാലും കുഴപ്പമില്ല. Huh? Matthew. Matthew 5. മത്തായി 5. No, the agreement is not there. The agreement is not there. We'll come to that. Agreement, the new covenant is mentioned in one place very clearly. വളരെ വ്യക്തമായി പുതിയ ഉടമ്പടി ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. I would like you all to remember about the old covenant and the new covenant. നമ്മളെല്ലാവരും തന്നെ പഴയ ഉടമ്പടി എന്താണ്, പുതിയ ഉടമ്പടി എന്താണ് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. Because it is important. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. It will change our life. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. It has changed my life. എന്റെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു. Okay. So, the old covenant is mentioned in Hebrews chapter 8. പഴയ ഉടമ്പടി verses 10 to 12. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ verses 10 to 12. 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. So we'll read that, and we have already read the old covenant. നമ്മൾ പഴയ ഉടമ്പടി വായിച്ചു കഴിഞ്ഞു. Now we'll see the new covenant. നമ്മൾ എന്താണ് പുതിയ ഉടമ്പടി എന്ന് കാണാൻ പോകും. And then we will say which covenant is better. അപ്പോൾ നമുക്ക് ഏതാണ് മെച്ചമായതെന്ന് കണ്ടെത്താൻ കഴിയും. So verses 10 to 12 we'll read. എബ്രായ ലേഖനം 8-ാം അധ്യായം 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. This is the covenant that God is making with his people that includes all born again Jews and all born again Gentiles. ഈ ഉടമ്പടി എന്നുള്ളത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതായത് യഹൂദന്മാർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. Verse 10 says, 10-ാമത്തെ വാക്യം പറയുന്നു. we'll read from verse 10 to 12. For this is the covenant that I will make with the house of Israel after those days, says the Lord. I will put my laws into their minds, and I will write them upon their hearts. I will be their God, and they shall be my people. And they shall not teach everyone his fellow citizen and everyone his brother, saying, Know the Lord, for all shall know me, from the least to the greatest of them. For I will be merciful to their iniquities, and I will remember their sins no more. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടെ ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആപാദവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും.
അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. So, seeing this new covenant, I want to ask which covenant is better? ഇത് ഈ പുതിയ ഉടമ്പടിയെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുമോ ഏതാണോ മെച്ചമായത്? പഴയതാണോ പുതിയതാണോ? Yes, brothers and sisters. പറയോ സഹോദരി സഹോദരന്മാരെ? New covenant. Okay, everybody says new covenant. നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം പുതിയ ഉടമ്പടി എന്നുള്ളതാണ്. It is true because അത് സത്യവുമാകും. the Bible says it is a better covenant made on better promises. അത് മെച്ചമായതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. Now what we see in this new covenant is ഈ പുതിയ ഉടമ്പടിയിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. God is saying 5 times that I will do this. ഇവിടെ 5 പ്രാവശ്യം ദൈവം പറയുന്നുണ്ട് ഞാൻ ചെയ്യും ഞാൻ ചെയ്യും ഞാൻ ചെയ്യും. Says I will put my laws into their minds. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും. I will write them on their hearts. അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. I will be their God. ഞാൻ അവർക്ക് ദൈവമായി. I will be merciful to their iniquities. അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനായിരിക്കും. And I will remember their sins no more. അവരുടെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. 5 times God is saying I will do this, I will do this. 5 പ്രാവശ്യം ദൈവം ഇവിടെ പറയുന്നു ഞാൻ ചെയ്യും എന്നുള്ള കാര്യം. That's why the new covenant is such a wonderful thing. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഉടമ്പടി ഏറ്റവും മനോഹരം അത്ഭുതകരമായിരിക്കുന്നത്. Brothers and sisters, we must get a revelation about this. നമുക്ക് സഹോദരന്മാരെ ഇതേക്കുറിച്ച് ഒരു വെളിപ്പാട് ലഭിക്കേണ്ടത് ആവശ്യമാണ്. Then it will liberate us. എങ്കിൽ മാത്രമേ നാം സ്വതന്ത്രരായി തീരുകയുള്ളൂ. Because here is saying God is saying that He will do in our lives so many things. ഇവിടെ ദൈവം പറയുന്നു ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുമെന്ന്. The old covenant was if you will obey my voice then and keep my covenant then you will be my possession. പഴയ ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ കാത്തുകൊണ്ടാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. So the important thing is not just reading it but getting a revelation of it. ഇത് വായിച്ച് പോകുന്നതിലല്ല ഇതിന് ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. So sometimes we say that nominal Christians they are religious. നമ്മൾ പറയാറുണ്ട് നാമധേയ ക്രിസ്ത്യാനികളോ മതഭക്തരാണോ. But when you are born again we have a relationship. നമ്മൾ വീട്ടിൽ ജനിക്കുമ്പോൾ നമുക്കൊരു ബന്ധം ദൈവമായിട്ട് ഉണ്ടാവുക. Okay. But what we find that even after being born again we get into religion when we are living the old covenant life. നമ്മൾ വീട്ടിൽ ജനിച്ചതിന് ശേഷവും നമ്മൾ മതഭക്തിയിലേക്ക് എപ്പോഴാണ് പോകുന്നത്? പഴയ ഉടമ്പടിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. See, reading the Bible, praying, coming to meeting is still religion. നമ്മൾ ദൈവവചനം വായിക്കുക, മീറ്റിങ്ങിന് വരിക, ഇതൊക്കെയും മതഭക്തിയുടെ ഒരു ഭാഗമായി തീരാൻ സാധ്യതയുണ്ട്. So, brothers and sisters, the important thing is to have a close connection with God. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവുമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ്. So, the Bible, the New Testament speaks so much about the new covenant. പുതിയ നിയമത്തിൽ ഈ പുതിയ ഉടമ്പടിയെ കുറിച്ച് നിരവധി തവണ പറയുന്നുണ്ട്. In different sections it is mentioned. പല ഭാഗങ്ങളിലായിട്ട് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. And that gives an understanding of what the new covenant is. അത് നമുക്ക് എന്താണ് പുതിയ ഉടമ്പടി എന്നുള്ള കാര്യത്തെ വ്യക്തമാക്കുന്നു. We will examine a few. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. And we will see whether we are living the old covenant life or the new covenant life. നമ്മളിത് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഴയ ഉടമ്പടി പ്രകാരമാണോ അതോ പുതിയ ഉടമ്പടി പ്രകാരമാണോ ജീവിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ കഴിയും. Okay, we will read in Galatians chapter 4. Galatians chapter 4, we will read from verse 22 onwards. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് Read from ശ്രദ്ധിക്കാം. 22 to 24. 22 തൊട്ട് 24 വരെ നമുക്ക് ശ്രദ്ധിക്കാം. For it is written that Abraham had 2 sons, one by the bondwoman and one by the free woman. But the son of the bondwoman was born according to the flesh, and the son of the free woman through promise. Now this is verse 24. It says, this is allegorically speaking, for these women are 2 covenants. One proceeding from Mount Sinai, bearing children who are to be slaves. This is Hagar. അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചു, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചു എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനും വാഗ്ദത്താലും ജനിച്ചിരുന്നു. ഇത് സാദൃശ്യമാകും. ഈ സ്ത്രീകൾ 2 നിയമങ്ങളാകുന്നു. ഒന്ന് സിനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗർ.
ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായി വരെയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് എടുക്കുന്നു. അത് തന്റെ മക്കളോടുകൂടി അടിമയിലല്ലോ ഇരിക്കുന്നു. മീതയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. Okay. So, brothers and sisters, if we look at this section, സഹോദരന്മാരെ, നമുക്ക് ഈ ഭാഗം ശ്രദ്ധിക്കാം. we know that Abraham had two sons. നമുക്കറിയാം അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. One by the bondwoman, which is Sarah's slave. ദാസിയിലുണ്ടായ പുത്രൻ ഒന്ന്, and the other by his own wife Sarah. മറ്റത് തന്റെ സ്വന്തം ഭാര്യ സാറായിൽ നിന്നുണ്ടായ മകൻ. Okay. So the word of God says that these two women are two covenants. ദൈവത്തിന്റെ വചനം പറയുന്നു ഈ 2 സ്ത്രീകൾ 2 ഉടമ്പടികൾക്ക് സദൃശ്യമാണ്. Hagar represents Mount Sinai. ഹാഗാർ സീനായി മലയെ കുറിക്കുകയും, We read about Mount Sinai's old covenant. നമ്മൾ സീനായി മലയെ കുറിച്ച് പറഞ്ഞപ്പോൾ പഴയ ഉടമ്പടിയെ കുറിച്ച് വായിച്ചല്ലോ. And Sarah represents the heavenly Jerusalem. സാറായോ യെരുശലേം, സ്വർഗീയ യെരുശലേമിനെ പ്രതിനിധീകരിക്കും. Or you can say Mount Zion. സീനായി മല, Mount Zion. സിയോൻ മല. Okay. So, and it says the son of the bondwoman was born according to the flesh. ഇവിടെ നാം ഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദാസിയിൽ നിന്ന് ഉണ്ടായത് ജഡപ്രകാരം ഉണ്ടായത്. That means Abraham got Ishmael through the natural means. ഇസ്മായിലിനെ അബ്രഹാമിന്റെ പുത്രനായിട്ട് ലഭിച്ചത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിരുന്നു. Like how a man and woman gets a child, that way Ishmael was born. സ്ത്രീക്കും പുരുഷനും ഒരു സന്തതി ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഇവിടെ ഇസ്മായിൽ ജനിച്ചിരിക്കുന്നത്. But Isaac was born through not by natural means, by promise. എന്നാൽ ഇസ്ഹാക്ക് ജനിച്ചത് വാഗ്ദത്ത പ്രകാരമാണ്. That is the difference of the old covenant and the new covenant. അതാണ് ഈ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. If we live our Christian life by our natural means, natural effort, we will be in the old covenant. നമ്മുടെ ക്രിസ്തീയ ജീവിതം സ്വാഭാവിക നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ശക്തിയിൽ ജീവിക്കുകയാണെങ്കിൽ അത് പഴയ ഉടമ്പടിക്ക് തുല്യമാണ്. See, I got a tendency to speak evil about people. എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് വ്യാജം പറയാനായിട്ട് ഇഷ്ടമുണ്ട്. And to overcome that, I will try to control myself. അതിനെ അതിജീവിക്കാനായിട്ട് ഞാൻ എന്നെ നിയന്ത്രിക്കും. I'll pray and I'll try to stop it. ഞാൻ പ്രാർത്ഥിക്കുകയും അത് നിർത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യും. Our self efforts does not bring any result. നമ്മുടെ സ്വയമായിട്ടുള്ള നമ്മുടെ ആ ശക്തി ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാക്കി തരികയില്ല. When we try to live the Christian life in a natural way, നമ്മുടെ സ്വാഭാവിക മനുഷ്യനെ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സ്വാഭാവിക മനുഷ്യന്റെ ശക്തിയിൽ ശ്രമിക്കുമ്പോൾ, it's the way the Jews lived in the old covenant. ഈ യഹൂദന്മാര് പഴയ ഉടമ്പടി ജീവിച്ച അതേ രീതിയാണ്. But if we, like Sarah and Abraham got Isaac because of the promise of God. ഇസ്ഹാക്കിനെ ദൈവിക വാഗ്ദത്ത പ്രകാരമാണ് സാറായിക്കും അബ്രഹാമിനും ലഭിച്ചത്. When they could not produce a child, അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വന്നപ്പോൾ, Abraham was 100 years, എബ്രഹാമിന് 100 വയസ്സ് പ്രായമായിരുന്നു. Sarah was 90 years. സാറായിക്ക് 90 വയസ്സുണ്ടായിരുന്നു. She was past childbearing. അതെ, അവൾക്ക് ആ പുത്രോത്പാദനത്തിലുള്ള ശക്തി നഷ്ടപ്പെട്ടിരുന്നു. But God's promise was there that Abraham will get a child. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു, നിനക്കൊരു മകനെ ലഭിക്കുമെന്ന്. And they trusted him. അത് ദൈവത്തിൽ വിശ്വസിച്ചു. And they got Isaac. അതുകൊണ്ട് അങ്ങനെ അവർക്ക് ഇസ്ഹാക്കിനെ ലഭിച്ചു. Christian life is just that. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് തന്നെയാണ്. To overcome any sin is not possible with our human effort. പാപത്തെ ജയിക്കുവാൻ നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് സാധ്യമല്ല. But the word of God says in Romans 6:14, sin shall not have dominion over you, for you are not under law but under grace. ദൈവവചനം റോമാലേഖനം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, പാപം Sin shall not have dominion over you. നിങ്ങളിൽ കർത്തൃത്വം നടക്കില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ കൃപയ്ക്ക് അധീനരാകുക. Sin shall not have dominion over you because you are not under law but under grace. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴേ അല്ല, നിങ്ങൾ കൃപയുടെ കീഴിലായതുകൊണ്ട് പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക. That is what the word of God says. അതാണ് ദൈവവചനം പറയുന്നത്. So we have our sin. We have some sin of us. നമ്മളുടെ ജീവിതത്തിൽ പാപമുണ്ട്. It may be different sins. അത് പലതരത്തിലുള്ള പാപങ്ങളാണ്. Whatever is troubling us. ഏതാണ് നമ്മളെ അലട്ടുന്നത്? That promise is given that sin will not have dominion over us. എന്നാൽ അതേക്കുറിച്ച് ഒരു വാഗ്ദത്തമുണ്ട്, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തില്ല എന്നുള്ള ദൈവികമാണ്. And if we trust God and hold on to that promise like Abraham, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അബ്രഹാമിനെ പോലെ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുകയും ചെയ്താൽ God will make us overcome.
ദൈവം നമ്മളെ ജയാളികളാക്കി മാറ്റും. We will receive the promise. നമ്മൾ ആ വാഗ്ദത്തം പ്രാപിക്കും. And every sin we will be able to overcome. എല്ലാ പാപത്തെയും അങ്ങനെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. I'm not saying that you will not sin anymore. നമ്മൾ പാപം ചെയ്യുകയില്ല എന്നാണ് അല്ല പറയുന്നത്. I'm not saying that we will not fall into sin. നമ്മൾ പാപത്തിൽ വീഴുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. What I'm saying is that no sin will be able to tell me, now you do this and I will do it. എന്നാൽ ഒരു പാപവും ധൈര്യപ്പെടില്ല നമ്മളോട് പറയാം, നീ ഇത് ചെയ്യാമെങ്കിൽ ഞാൻ അത് ചെയ്യാം എന്നുള്ള കാര്യം. Because God's grace is upon me. കാരണം ദൈവത്തിന്റെ കൃപ എൻ്റെ മേലുണ്ട്. So the first thing is that Christian life is by living on the promises of God. ഒന്നാമത്തെ കാര്യം, ക്രിസ്തീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ. Brothers and sisters, whenever any promise of God is there, hold on to it. എവിടെ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടോ അതിൽ സഹോദരി നാം മുറുകെ പിടിക്കണം. The word of God says, be anxious for nothing, but in everything by prayer and supplication with thanksgiving let your requests be made known to God, and the peace of God which passeth all understanding shall fill your minds. Philippians chapter 4 verse 6 and 7. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, സകലവും നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ അറിയിക്കണം എന്നുള്ള കാര്യം. So the promises of God we must hold on like Abraham. അബ്രഹാം എങ്ങനെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു, അതേപോലെ തന്നെ നാം മുറുകെ പിടിക്കണം. That is the way Christian lives. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. And that is the Christian life. അതാണ് ക്രിസ്തീയ ജീവിതം. That is the new covenant. അതാണ് പുതിയ ഉടമ്പടി. Okay. So the second thing we find here Hagar and Sarah is രണ്ടാമത്തെ കാര്യം ഹാഗാറിലും സാറായിലും കാണുന്നത്, Ishmael was a child of a slave woman. ഇസ്മയേല് അടിമയുടെ മകനായിരുന്നു. And a child of a slave woman will always be slave. ഒരു അടിമയുടെ മകൻ ഒരിക്കലും സ്വതന്ത്രനല്ല, അവനും അടിമയാണ്. He is not the heir to the father. പിതാവിന്റെ സ്വത്തിന് അവന് ഒരു അവകാശമില്ല. So if we live as a if we live before God as a slave master relationship, നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ ഒരു അടിമയും ദാസനും യജമാനും എന്നുള്ള നിലയിൽ ജീവിക്കുകയാണെങ്കിൽ always we are afraid of God. നമ്മൾ എപ്പോഴും ദൈവത്തെ ഭയപ്പെട്ടുള്ളവരായിരിക്കും. When we pray to him, we are always thinking what God will feel about us. നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുള്ള ഭയം നമ്മളെ ഭരിക്കും. That is the old covenant. അത് പഴയ ഉടമ്പടിയാണ്. That is Hagar's descendants. അത് ഹാഗാറിന്റെ വംശ പാരമ്പര്യമാണ്. But Isaac was the heir of God, heir of Abraham. ഇസാക്കായിരുന്നു അബ്രഹാമിന്റെ സ്വത്തിന് അവകാശി. He was confident. അവന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. We are all sons and daughters of God. നമ്മളെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. So we can, whenever we go to God, we should go confidently. നമ്മൾ ദൈവ മുൻപാകെ പോകുമ്പോൾ ആത്മവിശ്വാസത്തോടെ തന്നെ പോകണം ദൈവത്തിന്റെ മുമ്പിൽ. Not as a slave. നമ്മൾ ഭയമുള്ളവരായ ഒരു അടിമകളായിട്ടല്ല ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലേണ്ടത്. As a son. നമ്മൾ പുത്രന്മാരായിട്ട് തന്നെ പോകണം. That is the new covenant life. അതാണ് പുതിയ ഉടമ്പടിയുടെ ജീവിതം. So I remember many times when I would go not in a very confidence. എന്റെ ജീവിതത്തിൽ പല സമയങ്ങളിലും ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുവാനായി ദൈവം ഞാൻ നിന്നിട്ടുണ്ട്. Not that because I sinned. ഞാൻ പാപം ചെയ്തു എന്നുള്ള കാര്യമല്ല. But because I feel that God may be wanting me to become a little better. അപ്പോ ഞാൻ ചിന്തിക്കും ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇച്ചിരൂടെ നല്ലതായിരിക്കണം എന്നുള്ള ചിന്ത ദൈവത്തിനുണ്ട്. Lord, is there anything that I should do which so that you'll be happy? അപ്പോൾ ഞാൻ ചിന്തിക്കും ദൈവമേ നിന്നെ പ്രസാദിപ്പിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ? But our children are confident before us. എന്നാൽ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ വളരെ ആത്മവിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുന്നത്. They don't think that they have to please the father and mother to be close to them. അവര് അപ്പനെയും അമ്മയും പ്രസാദിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലല്ല ജീവിക്കുന്നത്. So when I realize that now for me to go to God 24/7 is very easy. ഈ കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് പൂർണ്ണ സാഹചര്യത്തോടുകൂടി എപ്പോഴും ദൈവത്തിന് കടന്ന് ചെല്ലാനായിട്ട് കഴിയുന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. So brothers and sisters, that is one aspect. We two aspects we have seen. നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു സഹോദരന്മാരെ. One is that Christian life is to be lived by the promises of God. ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. Not by self effort. സ്വന്തം ശക്തി കൊണ്ടല്ല. Because self effort will always fail. നമ്മുടെ സ്വന്തം ശക്തി പരാജയപ്പെടും. And the second one is that we must not be like a slave but be like son. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അടിമയല്ല, നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾ പുത്രന്മാരാണ്. How do we come to that life? അത് എങ്ങനെയാണ് നമുക്ക് ആ ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്നത്? Just by faith. അത് വിശ്വാസത്താൽ മാത്രം. Not by trying to be good.
അല്ല, നമ്മൾ നല്ലതായിട്ട് പരിശ്രമത്താലല്ല. Because God has made us His children, then we are His sons and daughters. നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി ദൈവം തീർത്തെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. The Word of God says, "You are no more a slave but a son." നമ്മൾ ഒരിക്കലും അടിമകളല്ല, നമ്മൾ പുത്രന്മാരാണ്. Then there is another portion in Hebrews chapter 12. വേറൊരു ഭാഗം കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം. Yeah, this passage is from 18 to 24. എബ്രായ ലേഖനം 12-ാം അധ്യായം 18 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. We will not read the whole passage നമ്മൾ now. ആ മുഴുവൻ ഭാഗം വായിക്കുന്നില്ല. But this speaks about again Mount Sinai and Mount Zion. അവിടെ സീനായി മലയെ കുറിച്ചും സിയോൻ മലയെ കുറിച്ചും പറയുന്നുണ്ട്. And verse 24 says, "And Jesus is the mediator of a new covenant." 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നു. Yeah. So wherever we find that the mention of the covenant or new covenant, that portion will throw so much light in us. എവിടെ നമ്മൾ പുതിയ നിയമത്തിന്റെ പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയെ കുറിച്ച് നോക്കുമ്പോൾ അവിടെ it'll throw light. Okay, so നമുക്ക് അതിനെ കുറിച്ചുള്ള വെളിച്ചം ലഭിക്കും. So brothers and sisters, Mount Sinai, when God was speaking to Moses, the people were all afraid. സിനായി മലയിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ഇത് ജനം കേട്ട് ഭയപ്പെടുമായിരുന്നു. People said, "Moses, you speak to us, but let not God speak to us." അപ്പോൾ മോശയോട് ജനം പറയും, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് ഒരു കാരണവശാലും സംസാരിക്കില്ല, ഞങ്ങൾക്ക് ഭയമാണ്. So God said to Moses that we'll read that in Exodus chapter 20. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. Exodus chapter 20. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം In verse 20. 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. So Moses said to the people, "Do not be afraid, for God has come in order to test you, in order that the fear of Him may remain with you, so that you may not sin." മോശ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവരുടെ ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനുമാണ് ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. It says that you may not sin. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവനുള്ള ഭയം. So, in order not to sin, you must fear God. പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. Which is the fear of God is the beginning of wisdom. യഹോവ ഭക്തി, അതായത് ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണ്. It is essential for all of us. എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ്. But in the new covenant, it is we love because He first loved us. എന്നാൽ പുതിയ ഉടമ്പടിയിൽ നാം അവനെ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു എന്നുള്ള കാര്യത്താണ്. There is another motivation now. വേറൊരു കാര്യം നമുക്ക് കാണാം. No, there is another motivation. The motivation to love God, to obey God, is His love. ദൈവത്തെ അനുസരിക്കുന്നത് സ്നേഹത്തിൽ കൂടെയാണ്. Okay, and the Bible says the kindness of God leads us to repentance. ദൈവത്തിന്റെ വചനം പറയാം, ദൈവത്തിന്റെ കരുണയാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. So there is one of, if you commit sin, you will get punished. ഒരു കാര്യമുണ്ട്, നാം പാപം ചെയ്യുമ്പോൾ നാം ശിക്ഷിക്കപ്പെടും. And because of that we don't sin. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്തില്ല. And there is another one, because of God's love, because of His kindness, we don't want to sin. വേറൊരു കാര്യമാണ്, ദൈവത്തിന്റെ സ്നേഹം ഉള്ളത് കൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ ആഗ്രഹമില്ല. This is the new covenant. അതാണ് പുതിയ ഉടമ്പടി. That we love because He first loved us. നാം അവനെ സ്നേഹിക്കുന്നത് അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ്. And if we love God, we keep His commandments. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ നിശ്ചയമായുള്ള കൽപ്പനകൾ പ്രമാണിക്കും. Brothers and sisters, that is the true motivation. അതാണ് ശരിയായിട്ടുള്ള കാര്യം. So that is the new covenant way of living the Christian life. അതാണ് പുതിയ ഉടമ്പടി പ്രകാരം ജീവിക്കേണ്ട ക്രിസ്തീയ ജീവിതം. We'll just go to one more section. One important part is 2 Corinthians chapter 3. നമുക്ക് ഒരു പ്രധാന ഭാഗത്തെ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 കൊരിന്ത്യർ 2 Corinthians chapter 3. രണ്ട് കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം. This whole chapter is about the new covenant. ഇത് ഈ മുഴുവൻ അധ്യായവും പുതിയ ഉടമ്പടിയെ പറ്റിയുള്ള.
as we read this, when we get understanding and light, it will really help us in our walk with the Lord. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തെ കർത്താവിനെ പിൻപറ്റാനായിട്ട് പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം. We'll read from verse 4 to 6 now. നമുക്ക് ഈ 2 കൊരിന്ത്യർ 3:4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. And such confidence we have through Christ toward God. It's speaking of confidence to God through Christ that we can have. യേശുക്രിസ്തുവിൽ കൂടെയുള്ള ആ ഒരു ആത്മവിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. In verse 5 and 6 says, not that we are adequate in ourselves to consider anything as coming from ourselves, but our adequacy is from God, who also made us adequate as servants of new covenant, not of the letter but of the Spirit, for the letter kills but the Spirit gives life. 5-6 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളിൽ നിന്ന് തന്നെ വരുന്ന പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാകുന്നു. അവൻ ഞങ്ങളുടെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിക്കുന്നു. So here it says, Paul is saying that we are not adequate in ourselves. പൗലോസോട് പറയുന്നത് ഞങ്ങൾ തന്നെ സ്വയം പ്രാപ്തരല്ല എന്നുള്ളത്. So to walk this Christian life, we are not adequate in ourselves. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ നമുക്ക് സ്വയമേവ നമുക്ക് പ്രാപ്തിയില്ല. We know that the Christian life what we were preaching here, we don't have the strength to live this life. നമ്മളിവിടെ പ്രസ്താവിക്കുന്നത് നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമ്മിൽ തന്നെ ആ ശക്തിയില്ല. But it says our adequacy is from God. നമുക്ക് പ്രാപ്തി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. He's adequate. We are made adequate always by God. ദൈവത്താലാണ് നാം ഇതിനായി പ്രാപ്തരാക്കപ്പെടുന്നത്. That is the new covenant life. അതാണ് പുതിയ ഉടമ്പടി ജീവിതം. Old covenant life, when there was the 10 commandments, they do not steal. പഴയ ഉടമ്പടി പ്രകാരം അവിടെ 10 കൽപ്പനകളുണ്ട്. അവിടെ മോഷ്ടിക്കരുത്. They have to put all their efforts not to steal. സർവ്വശക്തിയും എടുത്ത് മോഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കണം. But now it says our adequacy is from God. എന്നാൽ ഇവിടെ നാം കാണുന്നത് നമുക്ക് അത് ചെയ്യാനുള്ള പ്രാപ്തി തരുന്ന ദൈവമാണ്. And our not of the letter but of the Spirit. അക്ഷരത്തിലല്ല, ആത്മാവിലാണ് ഈ കാര്യം നടക്കുന്നത്. Brothers and sisters, the letter, the old covenant was a letter. പഴയ ഉടമ്പടി എന്ന് പറയുന്ന ഒരു അക്ഷരമായിരുന്നു. On tablets of stone. കൽപ്പനകൾ എഴുതപ്പെട്ടതായിരുന്നു. So people had to go outside and see the commandment and then obey it. ജനത്തിന് ഈ കൽപ്പനകൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പോയി നോക്കിയിട്ട് വേണം അത് അനുസരിക്കേണ്ടത്. But now the commandment is written on the tablets of our heart. അതേ സമയത്ത് പുതിയ ഉടമ്പടി പ്രകാരം ഈ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിന്റെ പലകകളിൽ എഴുതിയിരിക്കുന്നു. Okay. How it works is, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? suppose we take an example of stealing. നമ്മൾ ഈ മോഷ്ടിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, in the old covenant, one man goes and he sees in a room, say 10 lakh rupees. ഒരു പഴയ ഉടമ്പടി പ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മുറിയിൽ 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. And he is in need. അവന് ആവശ്യമുണ്ട്. And he comes to that room. അവൻ ആ മുറിയിലേക്ക് വരുന്നു. Nobody is there. ആരും അവിടെ ഇല്ല. He is tempted because he has got a need. അവന്റെ ഉള്ളിൽ ആവശ്യഭാരം ഉള്ളതുകൊണ്ട് അവൻ അത് എടുക്കാൻ പോവാം. When he goes to take it, he says, commandment says do not steal. അപ്പോൾ അവന് എടുക്കാനായിട്ട് കൈ നീട്ടുമ്പോൾ പറയുന്നു, ഇതാ ഈ പ്രമാണം ഉണ്ടല്ലോ, ഇത് മോഷ്ടിക്കരുത് എന്നുള്ളത്. But he wants it. അവനത് വേണം. But commandment says do not steal. എന്നാൽ കൽപ്പന പറയുന്നു നീ മോഷ്ടിക്കരുതെന്ന്. So he goes off to keep the commandment. He goes off with a very heavy heart. അല്ലാതെ ഇനി ഇത് എടുക്കാൻ പറ്റത്തില്ലെന്ന് വളരെ ഹൃദയഭാരമുള്ളവനായിട്ട് മോഷ്ടിക്കാതെ അവൻ ഇറങ്ങി പോവുക. Another old covenant person comes there. വേറൊരു പുതിയ ഉടമ്പടിക്കാരൻ അവിടെ വരുന്നു. He also has need, but he says, okay, my need is greater, so I'll take it. അവൻ പറയുന്നു ഈ കൽപ്പനയൊക്കെ അങ്ങനെ ഇരിക്കും, പക്ഷെ എനിക്ക് വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇത് എടുക്കാൻ പോവാം. And he breaks the law. അവൻ അവിടെ കൽപ്പന മുറിക്കുന്നു. Other person has kept the law. മറ്റേ ആളാണെങ്കിൽ കൽപ്പന സൂക്ഷിച്ചു, but he is going with a very heavy heart. അവന് ഹൃദയഭാരമുള്ളവനായിട്ടാണ് പോകുന്നത്. That is the old covenant. അതാണ് പഴയ ഉടമ്പടി. Now the new covenant. പുതിയ ഉടമ്പടിയോ same example. ഇതേ ഉദാഹരണം നമ്മൾ കാണുമ്പോൾ, this new covenant man goes there. പുതിയ ഉടമ്പടി പ്രകാരം ജീവിക്കുന്ന ആ മുറിയിലേക്ക് ചെല്ലുന്നു. He is also in great need. അവന് വളരെ ആവശ്യമുണ്ട് പൈസയുടെ. When he comes there, he sees the 10 lakhs. അവരവിടെ നോക്കുക, അവിടെ 10 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. He says, this is 10 lakhs, but it does not belong to me. അവൻ ചിന്തിക്കും, ഇത് 10 ലക്ഷം ഉണ്ട്, പക്ഷെ അത് എന്റേതല്ലല്ലോ.
So since it does not belong to me, that's fine. അത് എൻ്റെ അല്ലാത്തതുകൊണ്ട് എനിക്കത് ആവശ്യമില്ല, എനിക്ക് വേണ്ട. And he will move out of that place, അവൻ അവിടെ പോകുന്നു, but not with a burden. അവന്റെ ഹൃദയത്തിൽ ഭാരമില്ല. This is the Christian life. ഇതാണ് ക്രിസ്ത്യൻ ജീവിതം. If we are living with a burden, we are still under the old covenant. നമ്മുടെ ഹൃദയത്തിൽ ഭാരമുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പഴയ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവരാണ്. If we are obeying God with a burden, then we are still under the old covenant. നമ്മൾ ദൈവത്തെ ഹൃദയഭാരത്തോടുകൂടി അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പഴയ ഉടമ്പടിയുടെ കീഴിലാണ്. It says in 1 John chapter 5. 1 യോഹന്നാൻ 5-ാം അധ്യായം നമുക്ക് ശ്രദ്ധിക്കാം. Verse 3. 1 John chapter 5 verse 3. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. For this is the love of God, that we keep His commandments, and His commandments are not burdensome. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന നല്ലയോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. So, brothers and sisters, that is what we need to experience in our life. സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യം. Yeah. So, I think I have some more to say, but I think it may be too heavy. കുറച്ച് കാര്യങ്ങളൂടെ പറയാൻ എനിക്ക് മനസ്സിലുണ്ടെങ്കിലും അത് എല്ലാവർക്കും അത് ഭാരമായി തോന്നരുത്. But read what do you say, the 1 Corinthians chapter 3, 2 Corinthians chapter 3 fully. 2 കൊരിന്ത്യർ 3-ാം അധ്യായം നമ്മൾ പൂർണ്ണമായും വായിക്കണം. I'll end with one verse. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 Corinthians chapter 3 verse 18. 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. So when we all accept Jesus Christ, നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ God removes the veil from our mind and our heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നുള്ള മൂടുപടം ദൈവം നീക്കുന്നു. Those who are unbelievers, the veil is still there. അവിശ്വാസികളുടെ അവർക്ക് മൂടുപടം എപ്പോഴും ഉണ്ട്. But because the veil is lifted up, now we can see the glory of God. നമ്മുടെ ആ മൂടുപടം നീങ്ങിയതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. The glory of God, the glory of Jesus is His life. യേശുക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത് അവന്റെ ജീവിതമാണ്. And day to day, when we live this life, when we lift our eyes, we can see how He lived. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ നോക്കുമ്പോൾ അവൻ എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഗ്രഹിച്ചാണ് ജീവിക്കുന്നത്. It is not only when we are praying and coming for the meeting that we see the glory of God. നമ്മൾ ചർച്ചിൽ വന്ന് കൂടി വരുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മാത്രമല്ല ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണേണ്ടത്. In our day-to-day life at home, with the husband and wife, with the children, with the brothers and sisters in the church, when we are reacting, we see the glory of Jesus, how He reacted, and we will become like Him. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഏതൊക്കെ മേഖലയിലായിരുന്നാലും അവിടെ ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് അവിടെ കർത്താവ് എങ്ങനെ ജീവിച്ചോ അതേ പ്രകാരം ജീവിക്കുവാൻ നമുക്ക് ഇടയാവും. And this glory keeps on increasing. അങ്ങനെയാണെങ്കിൽ ആ മഹത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. So brothers and sisters, the new covenant life is a life where the glory keeps on increasing. പുതിയ ഉടമ്പടി പ്രകാരമുള്ള ജീവിതത്തിൽ തേജസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. So next year our life should become little more like Christ. അടുത്ത വർഷം നമ്മൾ ഒന്നും കൂടെ കർത്താവിന്റെ ആ ജീവിത സ്വഭാവമുള്ളവരായി മാറും. Old covenant is the glory is fading. പഴയ ഉടമ്പടി പ്രകാരം ഈ തേജസ് മങ്ങിക്കൊണ്ടിരിക്കുക. Moses' face was radiating. മോശയുടെ മുഖം പ്രകാശിക്കുമായിരുന്നു ദൈവത്തെ കാണുമ്പോൾ. But after some time, as he came down the mountain, it was fading. അതേസമയത്ത് മോശ ആ പർവ്വതത്തിൽ താഴോട്ട് വരുമ്പോൾ ക്രമേണ അവന്റെ മുഖത്തെ തേജസ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. Our Christian life, the glory should not fade, but should keep on increasing. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഈ തേജസ് നഷ്ടപ്പെടരുത്, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. May God help all of us. ദൈവം നമ്മെ സഹായിക്കട്ടെ.